സ്നേഹം പറഞ്ഞറിയിക്കേണ്ട ഒന്നല്ല എന്ന് കരുതുന്നവർ ഇതൊന്ന് കേട്ടു നോക്കൂ. സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ചിലര് വായിച്ചു പഠിക്കും, ചിലര് പറഞ്ഞു പഠിക്കും, ചിലര് എഴുതി പഠിക്കും. ഇങ്ങനെ പല രീതികളിലാണ് നമ്മൾ പഠിക്കുന്നത്. പഠിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും പഠന രീതി വ്യത്യസ്തമാണ്. അതുപോലെയാണ് സ്നേഹവും. ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നതും അനുഭവിക്കുന്നതും വ്യത്യസ്തമാണ്. അതായത് നമ്മളുടെയൊക്കെ ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ടച്ചാണ് സ്നേഹം കിട്ടുന്നതായിട്ട് തോന്നിപ്പിക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്കത് സംസാരമോ ഗിഫ്റ്റ് കിട്ടുന്നതോ കുറച്ച് സമയമോ അങ്ങനെ പലതുമായിരിക്കാം. എല്ലാ ബന്ധങ്ങളും ലൈഫ് ലോങ് നിലനിൽക്കണമെങ്കിൽ ഇത്തരം ലവ് ലാംഗ്വേജുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്വയം മനസ്സിലാക്കി തരും അല്ലെങ്കിൽ എനിക്കത് കിട്ടും എന്നൊക്കെ വെച്ച് കാത്തിരിക്കുന്നത് 10ഉം 20ഉം വർഷങ്ങളൊക്കെ ആണെങ്കിൽ അതിലും എത്രയോ ഭംഗിയല്ലേ നമ്മൾ ഈഗോ മാറ്റിവെച്ച് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മുടെ ലവ് ലാംഗ്വേജ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാനും എളുപ്പം കഴിയും. അതിലൂടെ നമ്മുടെ ബന്ധങ്ങൾ ഭംഗിയുള്ളതും നിലനിൽക്കുന്നതും മാറ്റിയെടുക്കാൻ ഉറപ്പായും കഴിയും.